BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന ഗൾഫ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രാജ്യത്തെ കലാകാരന്മാരെ ബഹ്റൈൻ ആദരിച്ചു. ബഹ്റൈൻ വാർത്താ വിതരണ മന്ത്രി ഡോക്ടർ റംസാൻ ബിൻ അബ്ദുള്ള അൽ നൊയ്മി, ബഹ്റൈൻ നടി മറിയം സൈമാൻ, സംവിധായകരായ മഹ്മൂദ് അൽ ഷെയ്ഖ്, സൽമാൻ യൂസഫ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ബഹ്റൈൻ അഭിനേത്രി മറിയം സൈമാനെ ഡോക്ടർ അൽ നൊയ്മി അഭിനന്ദിച്ചു. പ്രാദേശികമായി വിശിഷ്ടമായ സംഭാവനകൾ നൽകാൻ ബഹ്റൈൻ കലാകാരന്മാർക്ക് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ബഹ്റൈൻ കലാകാരന്മാർക്ക് ഇൻഫർമേഷൻ മന്ത്രാലയം തുടർന്നും പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിൽ കണിക ശാസ്ത്ര എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. തംകീന്റെ പിന്തുണയോടെ ഷെയ്ഖ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ ഖലീഫ സെന്ററിന് കീഴിൽ ഏപ്രിൽ 25 മുതൽ മെയ് 25 വരെയാണ് പ്രദർശനം. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയസ് റിസർച്ചുമായി സഹകരിച്ചാണ് സ്ഥിരം പ്രദർശനം ഒരുക്കുന്നത്. വിത്തൌട്ട് മാഡ്നസ് വി വിൽ ഡു നത്തിങ് എന്ന സാംസ്കാരിക സീസണിലാണ് റിസർച്ച് കേന്ദ്രം തുറക്കുക. പ്രപഞ്ചത്തിന്റെ ആവിർഭാവം, അതുമായി ബന്ധപ്പെട്ട സിനിമകൾ, ചിത്രങ്ങൾ, ഇന്ററാക്റ്റീവ് സ്ക്രീനുകൾ, വെർച്വൽ റിയാലിറ്റി എന്നിങ്ങനെ വിവിധ രീതിയിൽ പ്രകൃതി രഹസ്യങ്ങൾ അനാവരണം ചെയ്യുകയാണ് ഇവിടെ. റൈഡറിന്റെ ത്രിമാന ചിത്രവും മനുഷ്യരാശി നിർമ്മിച്ചെടുത്ത വലുതും ബൃഹത്തായതുമായ ശാസ്ത്ര ഉപകരണവുമായി കണക്കാക്കപ്പെടുന്ന 13,000 ടൺ ഭാരമുള്ള പ്രാഥമിക കണിക ഡിറ്റക്ടറിന്റെ വലിയ ചിത്രവും പ്രദർശിപ്പിക്കും. വിദ്യാർത്ഥികളും യുവജനങ്ങളിലും ശാസ്ത്രാഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ഷെയ്ഖ് ഇബ്രാഹിം ബിൻ മുഹമ്മദ് അൽ ഖലീഫ സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്റർ, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിന്റെ സഹകരണത്തോടെ ബഹ്റൈനിലെയും അറബ് ഗൾഫ് മേഖലയിലെയും ഗവേഷണങ്ങൾക്കും ശില്പശാലകൾക്കും നേതൃത്വം നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സിത്ര മേഖലയിൽ നാഫ്ത ടാങ്കിലുണ്ടായ വാതക ചോർച്ചയെ തുടർന്ന് 3 ബാങ്കുകളുടെ സിത്രയിലെ ശാഖകൾ താൽക്കാലികമായി അടച്ചു. നാഷണൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ, ബാങ്ക് ഓഫ് ബഹ്റൈൻ ആൻഡ് കുവൈറ്റ്, അഹ്ലി യുണൈറ്റഡ് ബാങ്ക് ബഹ്റൈൻ എന്നിവയാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തത്. അതേസമയം പരിഹാര നടപടികൾ പുരോഗമിക്കുകയാണെന്നും എല്ലാ നിയന്ത്രണ വിധേയമായെന്നും ബാപ്കോ CEO ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ജവാഹരി അറിയിച്ചു. ടാങ്കിലെ നാഫ്തയുടെ അളവ് കുറച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓയിൽ ടാങ്ക് ചോർച്ചയിലേക്ക് നയിച്ച തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും രാജ്യത്തെ വായുവിന്റെ ഗുണനിലവാരം മെച്ചമാണെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദിവസങ്ങളായി ഓൺലൈനായാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം പരിഹാര നടപടികൾ പുരോഗമിക്കുകയാണെന്നും എല്ലാം നിയന്ത്രണ വിധേയമാണെന്നും ബാപ്കോ CEO ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ജവാഹരി അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നുവരുന്ന ദേവ്ജി BKS GCC കലോത്സവം 2024 ഫിനാലെ തീയതി പ്രഖ്യാപിച്ചു. മെയ് 1 BKS ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ MN ഷംസീർ മുഖ്യ അതിഥിയായിരിക്കും. കേരള നിയമസഭാംഗം പ്രമോദ് നാരായൺ, ദേവ്ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് ബർദിഷി എന്നിവർ മറ്റു അതിഥികളായിരിക്കും. തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പ് ഇനങ്ങളിൽ ജേതാക്കളാകുന്ന ടീമുകളുടെ നൃത്യങ്ങൾ, സംഘഗാനം, മറ്റ് കലാപരിപാടികൾ എന്നിവയും ഒരുക്കുന്നതാണ്. വ്യക്തിഗത ഗ്രൂപ്പ് മത്സരങ്ങളുടെ സമ്മാനദാനങ്ങൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കുന്ന കുട്ടികൾക്കുള്ള കലാതിലകം, കലാപ്രതിഭ, ബാലതിലകം ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകൾ, പ്രത്യേക ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകൾ, നാട്യരത്ന, സംഗീതരത്ന, സാഹിത്യരത്ന, കലാരത്ന തുടങ്ങി എല്ലാ ടൈറ്റിൽ അവാർഡുകളും അന്നേ ദിവസം സമ്മാനിക്കും. ബഹ്റൈൻ കേരളീയ സമാജം പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളോടും കുടുംബാംഗങ്ങളോടും അധ്യാപകരോടും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും അറിയിച്ചു. ദേവ്ജി BKS GCC കലോത്സവം 2024 ഫിനാലെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ BKS എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ ഏവരെയും ക്ഷണിക്കുന്നുവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ദേവ്ജി BKS GCC കലോത്സവം 2024 ജനറൽ കൺവീനർ നൌഷാദ് ചേരിയലിനെ 39777801 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ഉപയോക്താക്കൾക്ക് ഫോട്ടോകൾ, വീഡിയോകൾ, ഡോക്യുമെന്റുകൾ മുതലായവ പങ്കിടാൻ കഴിയുന്ന ഒരു പുതിയ ഫീച്ചർ പുറത്തിറക്കാൻ വാട്സ്ആപ്പ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇന്റർനെറ്റ് ഇല്ലാതെ എളുപ്പത്തിൽ ഡാറ്റ പങ്കിടാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നതിനുള്ള ഫീച്ചർ പുറത്തിറക്കാനുള്ള അണിയറ പ്രവർത്തനത്തിലാണ് വാട്സ്ആപ്പ് എന്നാണ് റിപ്പോർട്ട്. വാട്സ്ആപ്പ് ഇതുവരെ ഈ ഫീച്ചറിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുകയോ ഈ ഫീച്ചർ പുറത്തിറക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഫീച്ചറുകൾ നിലവിൽ ബീറ്റ ടെസ്റ്റിംഗ് ഘട്ടത്തിലായതിനാൽ ഉപയോക്താക്കൾക്കുടൻ തന്നെ ഇത് ലഭ്യമാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബ്ലൂടൂത്ത് എടുത്ത് പ്രവർത്തനക്ഷമമായി പ്രവർത്തിക്കുന്ന നിലയിലാണ് ഈ ഫീച്ചർ തയ്യാറാക്കുന്നത്. ഉപയോക്താക്കൾ ഫോണിലെ ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കി ഷെയർ ഇറ്റ് പോലുള്ള ആപ്പുകൾക്ക് സമാനമായ നിലയിൽ ഓഫ്ലൈനിൽ ഫയലുകൾ പങ്കിടുന്ന രീതിയാണ് പുതിയ ഫീച്ചറിലുള്ളതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്.
13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിമാനയാത്രയിൽ രക്ഷിതാക്കളുടെ അടുത്തിരുന്ന് യാത്ര ചെയ്യാനാകും വിധം സീറ്റ് ഉറപ്പാക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഒരേ PNR നമ്പറിൽ യാത്ര ചെയ്യുന്ന 12 വയസ്സ് വരെയുള്ള കുട്ടിയൊപ്പമുള്ള ഒരു രക്ഷിതാവിന്റെയെങ്കിലും അടുത്തിരിക്കാൻ സൗകര്യം നൽകണം. ഇവരുടെ യാത്രാ വിവരങ്ങൾ സൂക്ഷിക്കാനും DGCA നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള മുഴുവൻ വോട്ടുകളും VVPAT സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്ന ഹർജിയിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പുകളുടെ നിയന്ത്രണാധികാരം തങ്ങൾക്കല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മാറ്റാൻ അനുശാസിക്കാനാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തൽക്കാലം വിധി പറയുന്നത് മാറ്റി. വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദിബാൻകർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ച് അറിയിച്ചു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഒരു മാസക്കാലം നീണ്ടുനിന്ന നാടിളകിയുള്ള പ്രചാരണത്തിനാണ് ഇന്നലെ കലാശക്കൊട്ടോടുകൂടി അവസാനമായത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിച്ചത്. അവസാന 48 മണിക്കൂറിൽ നിശബ്ദ പ്രചാരണത്തിന് മാത്രമാണ് അനുവാദമുള്ളത്. ഈ സമയങ്ങളിൽ നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന 48 മണിക്കൂറിൽ സംസ്ഥാനത്ത് മദ്യനിരോധനവും ഏർപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബൂത്തുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. വോട്ട് ചെയ്ത എല്ലാവരും ജനാധിപത്യ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൂടിനെ പ്രതിരോധിക്കാൻ പോളിംഗ് ബൂത്തുകളിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർമാർക്ക് ക്യൂവിൽ കാത്തിരിക്കാൻ തണൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ്, കുടിവെള്ള സൗകര്യം, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം ക്യൂ, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ വീൽചെയർ അടക്കമുള്ള സൗകര്യങ്ങൾ എന്നിവയുണ്ടാകുമെന്നും സഞ്ജയ് കൌൾ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 26 വെള്ളിയാഴ്ച കേരളത്തിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾ അടച്ചിടും. റീപോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല. വോട്ടെണ്ണുന്ന ജൂൺ 4 മദ്യവിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിൽ രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും 8 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും രണ്ടാമത്തെ വിധിയെഴുതും. തൃശൂർ എടുത്താൽ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തികഞ്ഞ വിജയ പ്രതീക്ഷയാണുള്ളത്. ജനങ്ങൾ ഇത്തവണ അനുഗ്രഹിക്കും. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 1.5 മാസം നീണ്ട പ്രചാരണത്തിനിടയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാത്രമേ ചർച്ചയാക്കിയിട്ടുള്ളൂ. ഒരു കുത്തിത്തിരിപ്പുകൾക്കും താൻ നിന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുരവിവാദം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തൃശൂരിലെ മുഖ്യ ചർച്ച വികസനമാണ്. ഇന്നസെന്റ് ചിത്രം ഫ്ലക്സിൽ ഉപയോഗിച്ചതിൽ അനൌചിത്യമുണ്ടെന്ന് തോന്നിയില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ 26 വരെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ടത്ര ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ അമ്മ പ്രേമകുമാരി സന്ദർശിച്ചു. സനയിലെ ജയിലിൽ പ്രത്യേക മുറിയിൽ വെച്ചായിരുന്നു നിമിഷപ്രിയയുടെയും അമ്മയുടെയും കൂടിക്കാഴ്ച. വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നത്. യമൻ സമയം ഉച്ചയോടുകൂടിയാണ് സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ പ്രേമകുമാരി കണ്ടത്. മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയിൽ ജയിൽ അധികൃതർ അവസരമൊരുക്കി. നിമിഷപ്രിയയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ അമ്മയെ അനുവദിച്ചു. വൈകിട്ട് വരെ കൂടിക്കാഴ്ച നീണ്ടു. സനയിൽ തുടരുന്ന പ്രേമകുമാരി കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ഗോത്രവിഭാഗത്തിന്റെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമവും നടന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുകയുള്ളൂ. മലപ്പുറം വളാഞ്ചേരിയിൽ KCB മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് കർഷകന്റെ 1500ഓളം കോഴികൾ ചത്തതായി പരാതി. വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശിയെ തുടിമൽ അബ്ദുള്ളയുടെ കോഴി ഫാമിലെ കോഴികളാണ് ചത്തത്. അറ്റകുറ്റപ്പണിക്കായി ഇന്നലെ 5 മണിക്കാണ് വൈദ്യുതി ഓഫാക്കിയത്. 11,500ഓളം കോഴികളെ വളർത്തുന്ന അബ്ദുള്ളയുടെ ഫാമിൽ 1,500 കോഴികളാണ് ചത്തൊടുങ്ങിയത്. മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ കനത്ത ചൂടിനൊപ്പം വെള്ളം എത്തിക്കാൻ കഴിയാത്തതുമാണ് കോഴികൾ ചാവാൻ കാരണം.
3.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകൻ പറഞ്ഞു. അല്പനേരത്തേക്കെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചു തരണമെന്ന അബ്ദുള്ളയുടെ അപേക്ഷ നിഷ്കരണം ഉദ്യോഗസ്ഥർ അവഗണിക്കുകയായിരുന്നു. നേരത്തെ വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കാറുണ്ട്. പകരം സംവിധാനം ഒരുക്കാനും കഴിയും. ഇത്തവണ അതുണ്ടായില്ലെന്നും അബ്ദുള്ള പറഞ്ഞു. അതേസമയം ഭാഗികമായി മാത്രം വൈദ്യുതി വിച്ഛേദിച്ചതിനാലാണ് മുന്നറിയിപ്പ് നൽകാതിരുന്നത് എന്നാണ് KSEBയുടെ വിശദീകരണം. സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് അബ്ദുള്ള. സംസ്ഥാനത്ത് KSRTC ബസ്സുകൾ ഉൾപ്പെടുന്ന അപകടങ്ങളിൽ ഗണ്യമായ കുറവെന്ന് KSRTC. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം KSRTCയിൽ നടപ്പാക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ ബലം കാണുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തുന്ന ജീവനക്കാരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയതോടെ KSRTC ബസ് ഉൾപ്പെടുന്ന അപകടങ്ങൾ വലിയ തോതിൽ കുറഞ്ഞെന്നും KSRTCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ DMDPS പ്രമോദ് ശങ്കർ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.